നമ്മുടെ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ക്യാമ്പയിനുകൾ, ഒരുപാട് ക്യാമ്പയിനുകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായി ഭരണപക്ഷവും പ്രതിപക്ഷവും UDF-ഉം LDF-ഉം ഉന്നയിക്കുന്ന ഒരു വിഷയം മണിപ്പൂരാണ്. ഇപ്പോൾ തൃശ്ശൂർ പോലെ BJP-ക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മണിപ്പൂരിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നൊരു ചോദ്യം വരുന്നു. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കേരള സ്റ്റോറി കാണിച്ചതിന് ബദലായി വൈപ്പിനിലൊരു വൈദികൻ മണിപ്പൂർ സ്റ്റോറി കാണിക്കുന്നു. ഇത് രണ്ടും രാപ്പകൽ വ്യത്യാസമുള്ള വിഷയങ്ങളാണ്. ശരിക്കും മണിപ്പൂർ വിഷയം കേരളത്തിലെ, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണോ? പലരും ഇത് പറഞ്ഞ് വേറെ വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ മണിപ്പൂർ വിഷയം പറഞ്ഞ് കുറേ കൊട്ടി ഘോഷിച്ച് നടക്കുന്നുണ്ട്. മണിപ്പൂരിലല്ലേ സാറേ, എൻ്റെ ചോദ്യം ഡയറക്റ്റാണ്. ഇപ്പോൾ പറയുന്നത് സംഘപരിവാർ നേരിട്ട് ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്ത സംഭവമാണോ മണിപ്പൂരിൽ നടന്നത്? ഒരിക്കലുമല്ല, അങ്ങനെയില്ല. പിന്നെന്താണ് ഒരു സഭാവിശ്വാസിയായ സാറിൻ്റെ കാഴ്ചപ്പാട്? അതിൻ്റെ ബേസിക് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബൽ ഇഷ്യൂ ആണ്. പിന്നെ ഈ നോർത്ത് ഈസ്റ്റിൽ ട്രൈബൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി അതിന് മുമ്പത്തെ കാലത്തെ പറ്റി ആലോചിക്കണം. ഇന്ദിരാഗാന്ധി നമുക്കറിയാമല്ലോ, വളരെ ശക്തിയായ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പതിറ്റാണ്ടുകളോളം ഈ നാഗാലാൻഡിൽ നാഗാസ് അവർ ഇന്ത്യൻ ആർമിക്കെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് ഉണ്ടായിരുന്നത്, AFSPA എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നു. AFSPA പിൻവലിച്ചത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഈ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ ഫിസോയുടെ നേതൃത്വത്തിലൊക്കെ വിഘടനവാദവും മറ്റു കാര്യങ്ങളൊക്കെ നാഗാസ് കൊണ്ടാണ്. അവർ ക്രിസ്ത്യൻസ് ആണ് മജോറിറ്റി, പക്ഷേ ബേസിക്കലി ദേ ആർ ട്രൈബൽസ്. അപ്പോൾ ആ ട്രൈബൽ സ്പിരിറ്റ് ഈ പല സ്റ്റേറ്റുകളിലും കാണും. ഒരു സ്റ്റേജിൽ ആർമിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഒരു പ്രാവശ്യം എയർഫോഴ്സിന് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ല, ഇന്ത്യൻ ജനതയ്ക്കെതിരെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ വ്യോമസേനയെ ഇന്ദിരാഗാന്ധി ഉപയോഗിക്കുന്നത്. ഒരു പക്ഷേ ആദ്യമായിട്ടോ അവസാനമായിട്ട് അതിനുശേഷം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. അപ്പം അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സംഭവിച്ചിട്ട് എന്തായാലും കുറ്റം പറയായിരുന്നു. അത് ക്രിസ്ത്യൻസിനെതിരെയുള്ള അറ്റാക്കാണെങ്കിൽ അവിടെ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള സ്ഥലമാണ്, അവിടെ എയർഫോഴ്സിനെ ഉപയോഗിച്ച് കൊല്ലുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ അതൊന്നും ആരും പറഞ്ഞില്ല. അപ്പം ഇന്ന് ഇത് മണിപ്പൂർ വിഷയം ഇഷ്യൂ ആക്കുന്നത് മറ്റു ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഒരു ഇലക്ഷൻ ഇഷ്യൂ എന്നുള്ളത്. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ മണിപ്പൂർ അധികം ചർച്ച ചെയ്യപ്പെടില്ല. പക്ഷേ ഇപ്പോൾ ഈ പരക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് സംഘപരിവാർ ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ച് കൂട്ടക്കൊല ചെയ്യുന്നു എന്ന തരത്തിലൊരു നാരേറ്റീവായിട്ട് മാറി. അത് മണിപ്പൂർ അവിടെ കുക്കി ഏരിയാസിലുള്ള കുറേ പള്ളികൾ ആക്രമിക്കപ്പെട്ടു. ആ പള്ളികൾ മാത്രം നമ്മൾ നോക്കി നിൽക്കുകയാണെങ്കിൽ ശരിയാണെന്ന് പറയാം. പക്ഷേ പള്ളികൾ മാത്രമല്ല, മറ്റേ മേത്തികളുടെ സ്ഥലത്തുള്ള അമ്പലങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയും ആക്രമണം നടന്നിട്ടുണ്ട്. അപ്പം അമ്പലം പള്ളി എന്നുള്ള രീതിയിൽ ശരിയാണ്, അമ്പലങ്ങൾ കുറേ പോയിട്ടുണ്ട്. ദാറ്റ് ഇസ് സാഡ്. കുറേ പള്ളികളും പോയിട്ടുണ്ട്. അല്ലാതെ അത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഇഷ്യൂ ആയിട്ട് അത് കാണുന്നത് ശരിയല്ല. സംഘപരിവാറിന് പറയത്തക്ക പങ്കൊന്നുമില്ല. ഇത് മറ്റ് റീസൺസ് കൊണ്ടുണ്ടായാണ്. പിന്നെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എല്ലാവരും അവരുടേതായ തോതിലൊക്കെ കുറച്ച് ഇടപെട്ടിട്ടുണ്ടായിരിക്കും. അല്ലാതെ ഇതൊരു ഹിന്ദു സാറ് പറയുമ്പോൾ ഈ നമ്മുടെ തൃക്കാക്കര ഭാരത് മാതാ കോളേജിൽ ഉൾപ്പെടെ വിദേശത്തുൾപ്പെടെ പ്രൊഫസറായിരുന്ന MD തോമസ് സാർ പറയുമ്പോൾ അതിനൊരു വല്ലാത്ത വാല്യൂ ഉണ്ട്. കാരണം അങ്ങേക്ക് ഈ വിഷയം നേരിട്ടറിയാം, പ്രത്യേകിച്ചൊരു സഭാവിശ്വാസിയാണ്. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ഈ ഗോത്ര കലാപം ഇന്ദിരാഗാന്ധി 60-കൾ മുതൽ തന്നെ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇതിനെ അമർച്ച ചെയ്യാൻ വ്യോമസേനയുടെ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സഹായം വരെ തേടിയിരുന്നു. AFSA എന്നുള്ള പട്ടാള നിയമം വർഷങ്ങളായി റോം ശർമിള അതിനെതിരെയാണ് നിരാഹാരം 20 വർഷത്തോളം ഇരുന്നത്. അപ്പോൾ ദീർഘകാലമായിട്ടുണ്ടായിരുന്നു. ഇത് ഈ പട്ടാള നിയമം പോലും പിൻവലിച്ചത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. അപ്പോൾ കുറച്ച് ശമനം വന്നത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. നരേന്ദ്രമോദിയുടെ മുമ്പ് ഉണ്ടായ സംഘർഷം മുഴുവൻ വംശീയ ഗോത്ര കലാപവും നരേന്ദ്രമോദിയുടെ കാലത്ത് ഹിന്ദു ക്രിസ്ത്യൻ കലാപവുമായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നു എന്നാണോ സാർ പറയുന്നത്? അല്ല, ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയമായി കഴിയുമ്പോൾ പിന്നെ നാച്ചുറലി ദാറ്റ് വിൽ ഹാപ്പൻ. ആരായാലും ഇതൊക്കെ തന്നെ അവരവരുടെ താല്പര്യം അനുസരിച്ച് വളച്ചൊടിക്കുക എന്നുള്ളതാണല്ലോ. ഓഫ് കോഴ്സ് ക്രിസ്ത്യൻസ് ശല്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് റോങ് ടു പോർട്രേറ്റ് ആസ് ഹിന്ദു ക്രിസ്ത്യൻ വാർഫെയർ ഓർ കോൺഫ്ലിക്റ്റ് ഓർ ഫൈറ്റ്. അത് ഈ കാര്യം ബോംബെയിലെ ആർച്ച് ബിഷപ്പ് തന്നെ ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നം ആയിട്ട് കാണരുതെന്ന്. അതേപോലെ ഷില്ലോങ്ങിലെ ബിഷപ്പും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നം ഷില്ലോങ്ങിലെ ബിഷപ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്
ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നമായിട്ട് കണ്ടിട്ട് കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് അങ്ങോട്ട് ഓടിപ്പോയായിരുന്നു ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് പണ്ട് കാലങ്ങളിൽ ഗോൾഡ് റഷ് എന്ന് പറയും, എവിടെയെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ സ്വർണം വാരി കൊണ്ടുവരാനായിട്ട് പോകും. അങ്ങനെ വാരി കൊണ്ടുവരാൻ പോയാൽ ഉള്ള ആൾക്കാരെ കണ്ടാൽ മതി ഇത് എന്താ അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം. അതിൽ ആദ്യം പോയ അതിൻ്റെ മുൻഗാമികളിൽപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സാദിഖ് അലി തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ സമദാനി ഉണ്ടായിരുന്നു. അപ്പോൾ സാദിഖ് അലി തങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, എനിക്ക് അങ്ങനെ വളരെ ബഹുമാനമുണ്ട്. പാണക്കാട് കുടുംബത്തിൻ്റെ മഹിമയുണ്ട്. പാണക്കാട് വെരി നോബിൾ ഫാമിലിയാണ്, വളരെ ടോളറൻസ് ഉള്ള. ഉറപ്പായിട്ടും കേരളത്തിൽ ഇങ്ങനെ സമാധാനമായിട്ട് പോകുന്നില്ല അവർക്ക്. അദ്ദേഹം മേജർ അദ്ദേഹം ഈ സമീപകാലത്ത് പറഞ്ഞില്ലേ, രാമക്ഷേത്രം എന്ന് പറയുന്നത് അവരുടെ ഒരു സ്വപ്നവും പ്രതീക്ഷയും ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞല്ലോ. അതെ, നമ്മൾ അതിനെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞു. അത് വിവാദമാക്കാൻ നോക്കി. മാത്രമല്ല അദ്ദേഹത്തിന്റെ മറ്റുള്ള ആൾക്കാർ അദ്ദേഹത്തെ വളഞ്ഞ് ആക്രമിക്കാൻ കാരണം എന്നിട്ടും പറഞ്ഞു. അപ്പൊ ആ നിലയ്ക്ക് അദ്ദേഹത്തെ കുറ്റം പറയാനൊന്നും ഞാൻ ഇഷ്ടപ്പെടാനില്ല. പക്ഷേ ഈ സമദാനിയും സാദിഖ് അലി തങ്ങളും കൂടി ക്രിസ്ത്യാനി കൂട്ടിക്കൊണ്ട് പോയതായിരിക്കും. അതെ, മണിപ്പൂരിന് പോകുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിലൊരു പ്രശ്നം മാത്രം ഈ സാദിഖ് അലി തങ്ങളുടെ ആൾക്കാർക്ക് ക്രിസ്ത്യൻസിന് ഇഷ്ടപ്പെടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാജിയ സോഫിയ അതിൻ്റെ കേസിലൊരു ന്യായീകരണം ചന്ദ്രികയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതും മേ ബി അണ്ടർ ദി കമ്പൽഷൻ ഓഫ് ഹിസ് കമ്മ്യൂണിറ്റി ഒക്കെ ആയിരിക്കും അത് അത്രയും ചെയ്തത്. പക്ഷെ അത് ഒരു പക്ഷേ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ന്യായീകരണം അതിന് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ അത് അവരുടെ ഒരു കാഴ്ചപ്പാടല്ലേ, ആഗോള ഇസ്ലാമിന്റെ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ചെയ്തതായിരിക്കാം. പക്ഷെ എന്നാലും അത് ക്രിസ്ത്യൻസിന് അല്പം വേദന ഉണ്ടാക്കിയ സംഭവമാണ്. അപ്പം ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഇവിടെ പോണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയ വേറൊരു പാർട്ടി ഉണ്ട്, അത് നമ്മുടെ ജെയ്ക്ക് സി തോമസ് സാറും പിന്നെ ബ്രിട്ടാസ് സാറും. ബ്രിട്ടാസ് ആള് നല്ല നാടക അഭിനയമൊക്കെ അതെ നടനാണ്. പിന്നെ ഈ ജെയ്ക്ക് സി തോമസ് ഒരുപക്ഷെ വിചാരിച്ചാണ് അവിടെ മണിപ്പൂർ അങ്ങെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഹൃദയം കീഴടക്കി. ഈ മോദി ഹിന്ദു ഹൃദയ സമ്രാട്ടായ പോലെ ജെയ്ക്ക് സി തോമസ് ക്രിസ്ത്യൻ ഹൃദയ സമ്രാട്ടോ രാജകുമാരനോ അതെ ആയിട്ട് ഇവിടെ വന്ന് 37,000 വോട്ടിന് ജയിക്കാന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞു കൊടുത്ത് 37,000 വോട്ടിന് തന്നെയാണ് ജയിച്ചത്. പക്ഷേ വേറെ ആളായി പോയി ജെയ്ക്ക് സി തോമസ് അല്ല എന്നുള്ളത്. അപ്പം ഇത്രയൊക്കെ അതിൽ കാര്യമുള്ളൂ. ഇവരൊക്കെയാണ് പോണത്. പിന്നെ ഒരു തേക്കടയിൽ അച്ഛൻ പോയിരുന്നു. ആ തേക്കടയിൽ അച്ഛനൊക്കെ ഈ പറഞ്ഞോണം അദ്ദേഹമൊക്കെ ഇപ്പം എന്തോ കുറച്ച് വേറെ കോൺട്രവേഴ്സിയിലൊക്കെ പെട്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം എവിടെയുള്ള ആളാണ്? അദ്ദേഹത്തിൻ്റെ സ്ഥലം എനിക്ക് കൃത്യം അറിയില്ല. അദ്ദേഹം കാത്തലിക് അല്ല, വേറെ സഭയിൽപ്പെട്ട ആളാണ്. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ. പിന്നെ ഈ വൈപ്പിനിലൊരു അച്ഛൻ, വൈപ്പിനിലെ മണിപ്പൂർ സ്റ്റോറി കാണിച്ച ഒരു കൊച്ചച്ഛൻ, ആ അച്ഛനാണെങ്കിലും ഇനഫ് ഓഫ് കോൺട്രവേഴ്സി ഉള്ള ആളാണ്. ഇവർ ഈ പറഞ്ഞ വൈപ്പിനുള്ള ഗ്രൂപ്പാണ് പണ്ട് ഇവിടെ ഒരു നാടകം നിരോധിക്കണോ എന്നൊക്കെ പറഞ്ഞ് ക്രിസ്ത്യാനികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ക്രിസ്ത്യാനികളെ ക്രിസംഗി എന്നൊക്കെ വിളിച്ച അച്ഛനാണ്. പിന്നെ LGTBയുടെ ഒക്കെ ഒരു വേണ്ടപ്പെട്ട ആളാണെന്നാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കിടക്കുന്ന കാണുന്നത്. അപ്പോൾ അവരൊക്കെയാണ് ഈ ക്രിസ്ത്യാനിയുടെ കാര്യം പറഞ്ഞ് അധികം ആകുലചിത്രമാകുന്നത്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഹിന്ദു ക്രിസ്ത്യൻ പ്രോബ്ലം ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ പാകിസ്ഥാനിൽ 2 കമ്മ്യൂണിറ്റീസ് തമ്മിൽ അറ്റാക്ക് ഉണ്ടായി, അല്ലെങ്കിൽ അവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റി ആക്രമിച്ചു കഴിഞ്ഞാൽ ആ ആക്രമിക്കുന്നവർ ത്രൂ ഔട്ട് പാകിസ്ഥാൻ ചിലപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യും. ഇന്ത്യയിൽ ഇതൊരു ഹിന്ദു പ്രശ്നമാണെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ക്രിസ്ത്യാനിയെ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് ആക്രമിച്ചിട്ടുണ്ടോ മണിപ്പൂരിൻ്റെ പേരിൽ? കേരളത്തിലെ ആക്രമണമുണ്ടോ? ഇല്ല. കേരളത്തിൽ ഇവിടുന്ന് ക്രിസ്ത്യൻസ് പലരും പോയി, മറ്റു പലരും പോയി, മുസ്ലിം സംഘടനകൾ പോയി, ഇവരൊക്കെ ഓടി ചാടി അങ്ങോട്ട് ഈ ഗോൾഡ് റഷായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഹിന്ദുക്കൾ ഈ കേരളത്തിലുള്ളവർ മണിപ്പൂർ പ്രശ്നത്തിൽ ഒരക്ഷരവും ക്രിസ്ത്യാനിക്കെതിരെ പറഞ്ഞിട്ടില്ല. ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല. ഇപ്പം ഇവിടുന്ന് ആൾക്കാരൊക്കെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ സാറിനോട് പറഞ്ഞത്, ഈ മണിപ്പൂർ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള സെക്യുലറിസത്തിൻ്റെയും യൂണിറ്റിയുടെയും ഒക്കെ ചില പാഠങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ്. കാരണം അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ, എങ്കിൽ ഇവിടെ കുറെ ക്രിസ്ത്യാനികളെ ആക്രമിക്കാമെന്ന് വിചാരിക്കും. അത് സംഭവിക്കുന്നില്ല. ഇന്ത്യയിൽ ഒരിടത്തും സംഭവിക്കുന്നില്ല. അത് ആക്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിക്കെതിരെ ഒരു വാക്ക് ഈ മണിപ്പൂരിൻ്റെ പേരിൽ പറയുന്നില്ല.
പിന്നെ പക്ഷേ ഞാൻ അവിടെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് സാർ. അപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ സംഘർഷമാണ്, ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കൊല്ലുന്നു, അല്ല ക്രിസ്ത്യാനികളെ കൊല്ലുന്നു എന്നുള്ള നാരേറ്റീവ് ഉണ്ടാക്കുന്നു. ഇങ്ങനെ അപ്പോൾ രണ്ട് സമുദായങ്ങൾ തമ്മിലൊരു സ്പർദ്ധ ഉണ്ടാവും ഇങ്ങനൊരു ക്യാമ്പയിൻ പോകുമ്പോൾ. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവാതെ കേരളത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഏറ്റവും സൗഹാർദ്ദപരമായി താമസിക്കുമ്പോൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനെ തടയുകയല്ലേ ക്രിസ്തീയ സഭ ചെയ്യേണ്ടത്? ക്രിസ്തീയ സഭ അങ്ങനെ വളരെ ആക്റ്റീവായിട്ട് ഇതിൽ കേരളത്തിൽ പോലും പെടുന്നില്ലല്ലോ. ഇതിന്റെ പേരിൽ ഒരു കർദിനാളോ അല്ലെങ്കിൽ ഒരു വൈപ്പിനൽ അച്ഛനൊക്കെ അല്ലേ ആവട്ടെ, എങ്കിൽ പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ട്. UDF-ഉം LDF-ഉം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ കണ്ടില്ലേ, നിങ്ങളുടെ പള്ളികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, ക്രിസ്ത്യാനി കൊന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട സഭാ നേതൃത്വം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാവാതിരിക്കാൻ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, ഞങ്ങൾക്ക് വസ്തുതകൾ അറിയാം എന്ന് പറയാൻ തൻ്റെ ഇടത്തോടെ കേരളത്തിലെ ഒരു പിതാവും ഒരു വൈദികനും വരാത്തതിരിക്കുമ്പോൾ അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലൊരു അകൽച്ച ഉണ്ടാകാൻ കാരണമാവില്ലേ? അത് അകൽച്ചയാകാൻ കാരണം ആകാം. പക്ഷേ കേരളത്തിൽ എന്ത് സംഭവിച്ചാലും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിലൊരു അകൽച്ച ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ആരെന്ത് തലകുത്തി പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിൽ ഈ ലോകത്തിന് മുഴുവനും മാതൃകയാണ് കേരളത്തിൽ ഹിന്ദുക്കളും. പക്ഷേ നിശബ്ദത ഒരു ക്രൈമാണ് സാർ. അതെ, അത് ഈവിൾ ടോളറേറ്റഡ് ഈസ് ഈവിൾ പ്രൊപ്പഗേറ്റഡ്, അത് ശരിയാണ്. പക്ഷെ ഞാൻ പറയാണ്, ലോകത്തിന് മുഴുവനും മാതൃകയാണ് കേരളത്തിൽ ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു പ്രശ്നമില്ല. അതാണ് പലർക്കും പ്രശ്നം. അതാണ് പ്രശ്നം. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അടുപ്പിക്കണം എന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇതിലെ പ്രശ്നം. ആ ആഗ്രഹം അതവിടെ നിലനിൽക്കും. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇങ്ങനെയുള്ളൊരു, ഇപ്പോൾ ഞാൻ പറയാം, പാമ്പ്ളാനി പിതാവ് ഒരു പ്രാവശ്യം ഇങ്ങനെ റബ്ബറിന്റെ വില 300 രൂപയാക്കുകയാണെങ്കിൽ BJP സഹായിക്കുന്നു പറഞ്ഞു. അപ്പം അന്ന് റബ്ബർ കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പാടില്ല, ഒരു തരത്തിലും ജീവിച്ചു പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ റബ്ബർ വെട്ടിക്കളയുന്ന കണ്ടീഷനാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ 10 പൈസ കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ, അവർ ജീവിച്ചു പോട്ടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ചിലപ്പോൾ അതിൻ്റെ ബേഡിങ് അത്ര ഭംഗിയായി കാണില്ല, പക്ഷേ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടി. അല്ല, അതിനകത്ത് തെറ്റെന്താ സാർ? കാരണം ഞങ്ങളുടെ സഭയിലെ അൽമായരായ ഭൂരിപക്ഷവും കൃഷിക്കാരാണ്. റബ്ബർ കൃഷിയുടെ കാറ്റഗറി പോലും അല്ല പെടുത്തിയിരിക്കുന്നത്. അത് റബ്ബർ കൃഷിയല്ല, അതുകൊണ്ടാണ് കാർഷിക ആനുകൂല്യങ്ങൾ കിട്ടാത്തത്. ഇൻഡസ്ട്രിയോ അങ്ങനെ മറ്റാണ്. അത് മാറ്റി കൃഷിയിലേക്ക് വന്നാൽ റബ്ബറിന് ഒരുപാട് ആനുകൂല്യം ഉണ്ടാകും. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കാൻ പറ്റുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് സഹായിച്ചാൽ കേരളത്തിലെ സാധാരണക്കാരായ ഈ നമ്മൾ കാണുന്ന ധനാഢ്യർ മാത്രമല്ല ക്രിസ്ത്യാനികളുള്ള ക്രൈസ്തവ സഭയിലെ ഭൂരിപക്ഷവും സാധാരണക്കാരാണ്. അപ്പോൾ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടാൻ സഹായിക്കുന്ന ആളുകളെ സഹായിക്കുമെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റും പറയാനില്ല. അത് പിന്നെ അവരാ പറഞ്ഞ വേഡിങ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാണല്ലോ. അപ്പോഴേക്കും ആൾക്കാർ പറയാൻ തുടങ്ങി, എന്താ നിങ്ങൾ മതത്തെ വിൽക്കുകയാണോ, BJPക്ക് നിങ്ങൾ ആത്മാവ് വിൽക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പലതരം വെർഷൻസ് വരാൻ തുടങ്ങി. അദ്ദേഹം ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ, ആരെങ്കിലുമൊക്കെ ഈ കർഷകർ 10 പൈസ അതുകൊണ്ട് കിട്ടി രക്ഷപ്പെടുവാണെങ്കിൽ പോട്ടെ, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ വേറെ ക്രിസ്ത്യാനിറ്റിയെ സംഘപരിവാറിൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടണം അങ്ങനത്തെ ഒന്നും ഉദ്ദേശം വെച്ചിട്ടല്ല പറഞ്ഞത്. പക്ഷേ ഇറ്റ് വാസ് മിസ്ഇൻറ്റർപ്രിറ്റഡ്. അത് തന്നെയല്ല, അദ്ദേഹത്തെ ആക്രമിക്കാവുന്നത്ര അത് UDF-ഉം CPM-ഉം എല്ലാവരും കൂടി അങ്ങനെ. അപ്പം അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ വളരെ സൂക്ഷിച്ച വർത്തമാനം. പക്ഷെ അദ്ദേഹം പിന്നീട് ഒരിക്കൽ 2 തവണ ആവർത്തിച്ചു, ഞാൻ പറഞ്ഞു തന്നെയാണ് എന്ന് പറഞ്ഞു. പറഞ്ഞു അല്ല, അങ്ങനെ ഡിസോൺ ചെയ്യണില്ല, സത്യസന്ധമായിട്ട് തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം നല്ല ഉദ്ദേശത്തോടുകൂടി പറഞ്ഞതാണ്. പെർഹാപ്സ് ദി വേർഡിങ് സാധാരണ പൊളിറ്റീഷ്യൻസിന് ഉള്ള കഴിവ് വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. പക്ഷേ ഇറ്റ്സ് എ റിയാലിറ്റി സാർ. 10 വർഷമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അടുത്ത 5 വർഷം കൂടി അവർ ഭരിക്കും എന്നുള്ള ഉറപ്പായി കഴിഞ്ഞു. മറ്റൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ സഭയ്ക്കും സഭയിലെ അൽമായർക്കും ഗുണമുണ്ടാകുന്ന കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി ഐക്യപ്പെടാവുന്ന മേഖലയിലൊക്കെ ഐക്യപ്പെട്ടല്ലേ സഭ പോകേണ്ടത്? തീർച്ചയായിട്ടും. അതിലെന്താ തെറ്റ്? അതിലൊരു തെറ്റുമില്ല. അതിൽ പക്ഷേ അങ്ങനെ സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന പലരും ഉണ്ട്. കാരണം എല്ലാവർക്കും അവരവരുടെ പാർട്ടിക്ക് വോട്ട് കിട്ടണമെന്നാണല്ലോ, അതിന് വേണ്ട അഭ്യാസങ്ങൾ അത് കാണിക്കും. അല്ല, ഇപ്പോൾ UDF കേരളത്തിൽ 20 പേരും UDF സ്ഥാനാർത്ഥികൾ ജയിച്ചെന്നിരിക്കട്ടെ, കേരളത്തിലെ ജനങ്ങൾക്കും ക്രൈസ്തവ സഭയ്ക്കും ക്രൈസ്തവ സഭയിലെ വിശ്വാസികൾക്കും റബ്ബറിൻ്റെ കാര്യത്തിലെങ്കിലും ഗുണകരമായി എന്തെങ്കിലും നേടിയെടുക്കാൻ ഈ UDF-ൻ്റെയോ അല്ലെങ്കിൽ ജയിക്കുന്നത് LDF ആണെങ്കിൽ LDF-ലെ MP-മാർക്കും കഴിയുമോ? അവർക്ക് കഴിയില്ല. സ്വാധീനം ഉണ്ടാവണമെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ ഒരാൾ അവിടെ വേണം. അല്ല, ഭരണകക്ഷിക്കൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു ട്രെൻഡാക്കി മാറ്റണ്ടേ? അതെ, അത് ഭരണകക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടീന ഫാക്ടർ എന്ന് പറയുമല്ലോ, ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ്.
ഇനിയിപ്പോൾ ഈ വരാൻ പോകുന്ന സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP സർക്കാരായിരിക്കും. ഉറപ്പുകഴിഞ്ഞു. ഇന്നിപ്പോൾ അതാ മാതൃഭൂമിയുടെ സർവേ, മാതൃഭൂമിയുടെ സർവേയിൽ കേരളത്തിലൊക്കെ UDF ആണെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് 398 സീറ്റുകൾ വരെ NDAക്ക് കിട്ടാം. അതൊരു ഹെഡ്ലൈൻ പോലും, ബോൾഡ് ലെറ്റർ പോലും കൊടുത്തിട്ടില്ല മാതൃഭൂമി. അത് ഒളിച്ചു വയ്ക്കും. അപ്പോൾ ഇറ്റ്സ് എ റിയാലിറ്റി സാർ. അപ്പോൾ എനിക്ക് ഒരു ലാസ്റ്റ് ഇത് വൈൻഡപ്പ് ചെയ്യും മുമ്പ്, ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ മണ്ഡലത്തിലാണ് മണിപ്പൂർ നിലവിളികൾ ഏറ്റവും ഉയരുന്നത്. അവിടെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, ഒരു സിനിമാ താരം, അദ്ദേഹം കേവലം ഒരു സിനിമാ നടൻ മാത്രമല്ല, അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഇപ്പോഴും ഭയപ്പെടുന്നതാണ് എയ്ഡ്സ് രോഗികളായ 2 കുട്ടികളെ സമൂഹം മുഴുവൻ തിരസ്കരിച്ചപ്പോൾ 2 പേരാണ് അവരെ ആലിംഗനം ചെയ്ത് ഉമ്മ വെച്ച് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തത്. ഒന്ന് സുഷമ സ്വരാജ്, 2 സുരേഷ് ഗോപി. പിന്നെ എൻഡോസൾഫാൻ ദുരന്തം ഉണ്ടായി, അവിടെ എത്തി അവരെ ആവുംവിധമൊക്കെ സഹായിച്ചു സുരേഷ് ഗോപി. പിന്നെ അദ്ദേഹത്തിൻ്റെ TV ഷോകളിൽ കിട്ടുന്ന പണം എത്രയോ ആളുകളെ സഹായിച്ചു. അതിനുശേഷമാണ് സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ വരുന്നത്. രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷവും തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷവും ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് കേരളത്തിലെ 20 MPമാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ആകെ ഒരൊറ്റ MP ഉണ്ടായിരുന്നുള്ളൂ ആക്റ്റീവായിരുന്ന സുരേഷ് ഗോപി. അദ്ദേഹം പാർലമെൻറ്റിൽ എത്താമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് ചിലർ പറയുന്നത് സുരേഷ് ഗോപി നല്ല ആളാണ്, പക്ഷേ മോശം പാർട്ടിയായിപ്പോയി, അതുകൊണ്ട് ചാണകം ചവിട്ടില്ല. അപ്പോൾ ഇതിന് സുരേഷ് ഗോപിയുടെ ഈ മുന്നേറ്റം ഈ എതിർ പ്രചരണങ്ങളെ മറികടന്ന് വല്ലാതെ ഗതിവേഗത്തിൽ ഒരു വലിയ വെലോസിറ്റിയിൽ മുന്നോട്ട് പോവുകയാണ്. അതിനെ തടയിടാൻ വേണ്ടിയിട്ട് മണിപ്പൂർ എന്ന് തൃശ്ശൂർ പറയുന്ന ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് ഇപ്പോൾ വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതെങ്കിലും എല്ലാം മരുന്നുകളും പരാജയപ്പെടുമ്പോൾ കാളന്നല്ലായി എന്ന് പറയില്ലേ, ആ കാളന്നല്ലായിയാണ് മണിപ്പൂർ. അത് തൃശ്ശൂരിലെ ക്രൈസ്തവ സഭക്കാർക്ക് അറിയാം, മണിപ്പൂരിനെ പറ്റിയുള്ള യാഥാർത്ഥ്യം അറിയാം. കാരണം എന്നെ കുറേ പേരൊക്കെ, ഞാൻ അങ്ങോട്ട് പോയി ചേർന്നേക്കണമല്ല, ഈ തൃശ്ശൂരൊക്കെ ഉള്ള ചില ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ഉണ്ട് വാട്സപ്പ്, അതിലെല്ലാവരും മെമ്പർഷിപ്പ് എനിക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ കാണുന്നതാണ്, അതിൽ ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ ഒരാളൊക്കെ ഈ മണിപ്പൂർ കാര്യത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇത് വന്നു കഴിയുമ്പോൾ തന്നെ ഡിസ്മിസിങ് ഒരു ആറ്റിറ്റ്യൂഡാണ്, ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ള മറ്റത്. ഇത് പറയണത് ഈ ഇലക്ഷന് വേണ്ടിയിട്ടാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ക്രൈസ്തവ സഭ വിശ്വാസികൾക്ക് ഇടയിലൊരു ഓളമുണ്ടോ? ഒരു മാറ്റമുണ്ട്, അതെനിക്കറിയാം. അതെന്തായിരിക്കും അവർ അങ്ങനെ അനുകൂലമായി കാണുന്ന ഘടകം? അല്ല, അനുകൂലം എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും തൃശ്ശൂർ വരേണ്ടത്. ഇപ്പോൾ ഈ പലരും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് വേണോ, കോൺഗ്രസ്സുകാരനാണോ? എല്ലാവരും ക്രിസ്ത്യൻസ് പൊതുവിൽ ഒറിജിനലി കോൺഗ്രസ് താല്പര്യമുള്ളവരാണ്. അപ്പോൾ കോൺഗ്രസ് വേണമെങ്കിൽ 19 സീറ്റിൽ വന്നോട്ടെ, സുരേഷ് ഗോപിനെ ജയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു തൃശ്ശൂരുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിന് ഗുണം അതാണ്. തൃശ്ശൂർ ഒരു മണ്ഡലം, ലോക്സഭാ മണ്ഡലം എന്നുള്ള രീതിയിൽ ആ ഏരിയയിൽ പുരോഗതി വരണമെങ്കിൽ സുരേഷ് ഗോപിക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി അതെ, ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം വരെ അത്രയും ആത്മാർത്ഥമായിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപി എന്ത് പറഞ്ഞാലും തൃശ്ശൂർ സാധിച്ചെടുക്കാൻ പറ്റും പ്രധാനമന്ത്രിയുടെ അടുത്ത്. അപ്പം പിന്നെ അത് ആ രീതിയിൽ ഈ മണ്ഡലത്തിന് ഗുണം ചെയ്യുന്നത്. ഒരു ക്യാബിനറ്റ് മന്ത്രി അവരെ ആകാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ദി ഹോൾ ഓഫ് ദി സൗത്ത് ഇന്ത്യയിൽ BJPക്ക് ബുദ്ധിമുട്ടാണല്ലോ മറ്റേ സ്ഥലങ്ങളായിട്ട്. അപ്പം ഇങ്ങനെ കേരളത്തിൽ ഇതുവരെ ആരും MP ആയിട്ടില്ല. അങ്ങനെ ഒരു MP ആയിട്ട് കേരളത്തിൽ നിന്നും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം മന്ത്രിയാവും. ആ മന്ത്രി എന്നുള്ള രീതിയിൽ പല പുരോഗതിയും ആ മണ്ഡലത്തിൽ വരും. അതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിസ്ത്യൻസ് ചിന്തിക്കുമ്പോൾ ക്രിസ്ത്യൻസിന് എന്ത് ഗുണം കിട്ടും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻസിനോട് വളരെ ക്രിസ്ത്യൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾ, ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ പഠിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളാണ് സുരേഷ് ഗോപി. അപ്പോൾ ഈ ക്രിസ്ത്യൻസിന് എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ തൃശ്ശൂർ റെസിഡൻസ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാലും 2 രീതിയിലും തൃശ്ശൂർ സുരേഷ് ഗോപി വരുന്നതിന് പലരും ഇഷ്ടപ്പെടുന്നുണ്ട്. മറ്റുള്ള മണ്ഡലങ്ങളിൽ ആരെങ്കിലും ആയിക്കോട്ടെ, ക്രൈസ്തവർ കുറച്ച് വ്യത്യാസം സാരമായിട്ട് ഈ പ്രാവശ്യം ഉണ്ടാവും. സാറിന് മനസ്സിലായിട്ടുണ്ട്. മണിപ്പൂരൊന്നും കേൾക്കൂല, മണിപ്പൂർ അവിടെയൊന്നും അധികം പോകില്ല, അത് വെറുതെ ദിവാസ്വപ്നമാണ്. അതൊക്കെ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ വൈപ്പിനിലെ അച്ഛനൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ പറയാമെന്നുള്ളത് അതിനൊന്നും വലിയ പ്രസക്തി ഇല്ല. ഏതായാലും നമ്മുടെ ഈ സംസാരം ആളുകളെ കണ്ണ് തുറപ്പിക്കട്ടെ, ആളുകൾ ശരിയായി ചിന്തിക്കട്ടെ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, പക്ഷേ ആളുകൾ തീരുമാനിക്കുന്നത് ജനമാണ്. 26-ാം തീയതി അവർ തീരുമാനിക്കും. തൃശ്ശൂർ എന്ത് വേണമെന്നുള്ളത് തൃശ്ശൂരുകാർ തീരുമാനിക്കും. ജനങ്ങൾക്ക് അവർ അർഹിക്കുന്ന രാജാവിനെ കിട്ടുമെന്നാണ് പറയുന്നത്. ആര് വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.